ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എനി ഗസ് ഇത് കണ്ടിട്ടൊരു പൂരപ്പറമ്പ് പോലില്ലേ. ഇവിടെ കുറച്ച് ബലൂണും ആനക്കുട്ടിയൊക്കെ ഇരിക്കുന്നുണ്ട്. ഒരു ഉത്സവം നടക്കുന്ന സ്ഥലം പോലില്ലേ. അതെ, എറണാകുളത്ത് തൃപ്പൂണിത്തുറ അമ്പലത്തിൽ പൂർണ്ണത്രയീശന് വൃശ്ചികോത്സവം നടക്കുകയാണ്. അപ്പം ഞാനും ഒരു തൃപ്പൂണിത്തുറക്കാരിയായിട്ട് കുറച്ച് വർഷങ്ങളായി. അതുകൊണ്ട് തന്നെ നാട്ടിലെവിടെ പോയാലും പൂർണ്ണത്രയീശ ഉത്സവ സമയത്ത് ഒരു ദിവസമെങ്കിലും ഇവിടെ വന്നില്ലെങ്കിൽ ഒരു സമാധാനക്കേട് തന്നെയാണ് കേട്ടോ. അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. പോകുന്ന വഴിക്ക് നല്ല ഇനം വൃക്ഷത്തൈകൾ സമീപിക്കുക. വൃക്ഷത്തൈയല്ല, നമ്മൾ ആക്ച്വലി കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് നോക്കിയതാണ് കേട്ടോ. തൃശ്ശൂരിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ടീംസാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഞങ്ങൾ എടുത്തു. എനിക്കാണെങ്കിൽ ഈ പൂക്കളുള്ള ചെടികൾ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടിക്കാലം മുതൽ അങ്ങനെയാണ്. പൂവുള്ള ചെടി നട്ടിട്ട് അതിലെ പൂക്കൾ വിരിയാനായിട്ടും മൊട്ടിട്ട് വിരിഞ്ഞ് സുഗന്ധം പരത്തി അത് കൊഴിയുന്നവരെ കാണാൻ ഞാനതിനെ ഒബ്സർവ് ചെയ്യാറുണ്ട്. ഞാൻ ഒരിക്കലും അത് പറിച്ചെടുക്കാറില്ല. അതിങ്ങനെ നിന്ന് അതിൻ്റെ ഓരോ ഘട്ടം ഘട്ടമായി നടക്കുന്ന കാര്യങ്ങളിങ്ങനെ ഭയങ്കരമായിട്ട് നോട്ട് ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ അതിൻ്റെ മണം ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ മണമുള്ള പൂക്കൾ, ഒരു മണമില്ലാതെ കുറേ ചെടികളുണ്ടല്ലോ, അതൊക്കെ ഞാൻ വിചാരിക്കും എന്തിനാ അതൊക്കെയെന്ന് വിചാരിക്കും. ഓക്കെ, ഈ ചെടികളൊക്കെ കുഞ്ഞു കുഞ്ഞു പൂക്കളുണ്ട്. ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതിൻ്റെ വേറെ ടൈപ്പ് ഉണ്ട്, അതിന് നല്ല മണമൊക്കെ ഉള്ള, ഇല തൊട്ടാൽ തന്നെ മണമുള്ള ചെടിയൊക്കെ ഉണ്ട്. അത് ഞങ്ങൾ എടുത്തായിരുന്നു. അപ്പോൾ ഇതിന് കുറച്ച് ഞങ്ങൾക്ക് 2 പേർക്ക് ഈ പ്രാന്തുള്ളതുകൊണ്ട് ഞാനും ജിഷേണ്ണും കുറച്ച് സെലക്ട് ചെയ്തു. ക്ലിയർ ഉണ്ടാവില്ല, നീ പറഞ്ഞാൽ മതി. പിന്നെ മാലയും വളമൊന്നും അധികം വാങ്ങണ്ട. ആ ശരി. മാലയും വളയും വാങ്ങരുതെന്ന് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞതേ ഞങ്ങളിവിടെയൊക്കെ ഇങ്ങനെ കണ്ടപ്പോഴാണ് പെട്ടെന്ന് അമ്മിണിക്ക് കുറച്ച് ടോയ്സ് വാങ്ങാമെന്ന് വിചാരിച്ചു. കാരണം അവൾക്കിപ്പോൾ ഒരു പ്ലാച്ചി ഒരു ബോളും ആണുള്ളത്. അവളുടെ കുഞ്ഞിലത്തെ കുറേ പഴയ ടോയ്സൊക്കെ എടുത്ത് കളഞ്ഞു. ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കി വെച്ചു. തിരിച്ച് വരുന്ന വഴിക്ക് വാങ്ങാമെന്ന് കരുതി. അതും കഴിഞ്ഞ് തിരിച്ചിങ്ങനെ വരുമ്പോൾ മൈലാഞ്ചി കുത്തണു. ഇതുണ്ടല്ലോ, കുട്ടിക്കാലത്ത് ഇങ്ങനെ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ കൈ നിറയെ 2 കൈൻ്റെ ഉള്ളിൽ നിറയെ കുത്തുമായിരുന്നു. പക്ഷെ ഇപ്പം അത്രയും ക്രേസൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു പച്ച കുത്തലിൽ ഒതുക്കി. ഇത് പച്ച കളറാണ് കേട്ടോ. പച്ച കളറിൽ ഞാനിതിങ്ങനെ അടിച്ചു. എനിക്കൊരു മയിൽപ്പീലി കയ്യിൽ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അത് നടന്നില്ല. അത് ഞാൻ ഇങ്ങനെ അങ്ങ് സാധിച്ചെടുത്തു. കാണിച്ചു തരാം കേട്ടോ. ഇതേ നോക്ക്, നല്ല രസമല്ലേ. കയ്യിലിങ്ങനെ ചെയ്താൽ എങ്ങനെ ഉണ്ടാകും എന്നൊരു ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ അതങ്ങനെ ചെയ്ത് നോക്കി. പിന്നെ ഞാനതിങ്ങനെ വീഡിയോയിലൊക്കെ നോക്കി അതിൻ്റെ ഭംഗി ആസ്വദിക്കുകയാണ്. ഞാൻ ആസ്വദിക്കണ്ടോയെന്ന് അറിയില്ല, കാരണം പോക്കറ്റ് ചേട്ടൻ്റെ ആയിരിക്കും കീറുന്നത്, അതുകൊണ്ടേ. എന്തായാലും അതൊക്കെ കഴിഞ്ഞത് ഈ ചോട്ടാബീൻ പറന്നു പോകുന്നുണ്ട്. എനിക്ക് ചോട്ടാബീൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആ സൈഡിൽ കാണിച്ചില്ലേ പൊരി, വറ്റൽ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടമാണ്. കുറച്ചൊക്കെ ചിലപ്പോൾ വാങ്ങിച്ച് കഴിക്കും. ഭയങ്കരമായിട്ട് അതൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ ഞാൻ. മൊത്തത്തിലിങ്ങനെ കറങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഒരു വൈബ് പിടിക്കാൻ ഇഷ്ടമാണ്. പിന്നെ ഉറപ്പായിട്ടും ബജ്ജി കഴിക്കും. ബജ്ജി കഴിക്കാനും അതുപോലെ തന്നെ കരിമ്പിൻ ജ്യൂസ് കുടിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചെടികൾ, ഇങ്ങനത്തെ പ്ലാന്റ്സും സംഭവങ്ങളൊക്കെയാണ്. വേറെ സാധനങ്ങളൊന്നും അങ്ങനെ വാങ്ങിച്ച് കൂട്ടുന്ന പരിപാടി എനിക്കില്ല കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് കറങ്ങി ഞങ്ങൾ പൂർണ്ണത്രയീശ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. ഞാനിവിടെ കിടന്ന് കറങ്ങുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ മഴയൊക്കെ പെയ്തിട്ട് ഇവിടെ കുറേ പേരുടെ ചെരുപ്പൊക്കെ ഒലിച്ച് പോയതായിട്ട് അറിഞ്ഞു. അപ്പോൾ ഞാനെൻ്റെ ചെരുപ്പൊക്കെ സേഫാക്കിയിട്ട് വന്നപ്പോൾ ചേട്ടനെ കാണാനില്ല. അച്ചോ, വന്നു. അങ്ങനെ ഞാൻ വീണ്ടും കണ്ടെത്തി. ഞാനകത്തേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ഫ്രണ്ടിലെത്തിയപ്പോൾ ഇവിടെ ഇങ്ങനെ ഭയങ്കര ലൈറ്റിങ് കളേഴ്സൊക്കെ കൊടുത്തിട്ട് ഫ്രണ്ടൊക്കെ പൂർണ്ണത്രയീശൻ്റെ വാതിലൊക്കെ ഭയങ്കര അതിഗംഭീരമായിട്ടൊക്കെ അവർ അലങ്കരിച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പുറകിലേക്ക് നോക്കി, ശനം കൂടെ തന്നെ ഉണ്ടോ, ഇടയ്ക്കൊന്ന് മിസ്സായി പോയല്ലോ. അപ്പോൾ അങ്ങനെ അകത്തേക്ക് കയറി. അപ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഇതാണ് സംഭവം. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഈ ചെണ്ടമേളവും പിന്നെ ഈ ആനകളെയൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടുള്ള പൂരം കാണൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആനപ്രേമി എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇത് നിങ്ങൾ കാണാം. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മേളിൽ കച്ചേരി നടക്കുന്ന സ്ഥലത്തെത്തി. എല്ലാ ദിവസവും ഇവിടെ കച്ചേരി ഉണ്ട് കേട്ടോ. 7 ദിവസം നീളുന്ന ഒരു ഉത്സവമാണിത്. 7 ദിവസം എന്നാണ് എൻ്റെ അറിവ് കേട്ടോ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം. അപ്പം എല്ലാ ദിവസവും ഇവിടെ കച്ചേരി ഉണ്ടാവും. ഓട്ടംതുള്ളലുണ്ടാവും പകൽ.
ചാക്യാർകൂത്ത്, പിന്നെ കഥകളി, അങ്ങനെ അന്യം നിന്ന് പോകുന്ന കലാരൂപങ്ങളൊക്കെ തന്നെ നമ്മളുടെ ഈ പൂർണ്ണത്രയീശ അമ്പലത്തിലുണ്ട്. അപ്പോൾ കച്ചേരി കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, കഥകളി ഉണ്ട് എന്ന് അറിഞ്ഞ ഉടനെ തന്നെ അപ്പോൾ കുറച്ച് സമയം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുപാട് സമയം അതിനായിട്ട് കളയാനില്ല എങ്കിൽ പോലും കുറച്ചൊന്നും കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ തുടക്കമൊക്കെ തന്നെ അതിഗംഭീരമായിരുന്നു. ഇന്ന് ഇവിടെ അടുത്തിരിക്കുന്നവർ പറഞ്ഞ് കേട്ടറിയാൻ സാധിച്ചത് ദുര്യോധനനെയാണ് ഇന്ന് അവതരിപ്പിക്കുന്നതെന്നാണ്. അപ്പോൾ നമ്മളിത് സ്ഥിരമായിട്ട് കാണുന്നവരല്ല, പക്ഷേ എങ്കിൽ പോലും ആ ഒരു കണ്ണൊക്കെ കണ്ടോ, പുള്ളിയുടെ കണ്ണിൻ്റെ ചലനങ്ങളും ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. കണ്ടിങ്ങനെ ഇരുന്നാൽ നമ്മളങ്ങ് ഇരുന്ന് പോകും, നമുക്കൊന്നും മനസ്സിലായില്ലെങ്കിലും. പിന്നെ ഡാൻസൊക്കെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് കുറച്ചൊക്കെ എനിക്ക് അത്ര മനസ്സിലാകായികയില്ല. പക്ഷേ ഇതൊന്നും പഠിച്ചിട്ടില്ലാത്ത, ഇതിനെ നന്നായി മനസ്സിലാക്കുന്ന തൃപ്പൂണിത്തുറയിൽ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഭയങ്കര ആസ്വാദകരായിട്ടുള്ള ആൾക്കാർ. അവരുടെ ഇതിൻ്റെ അടുത്തുള്ളൊരു ആസ്വാദനം കണ്ടിട്ട് തന്നെ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ദിവസം വന്ന് ഇത് കാണുകയാണ്. അപ്പോൾ ഞാൻ അടുത്തിരുന്നപ്പോൾ തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് ഇന്നതല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരികയായിരുന്നു, ഇങ്ങനെ ഇന്നത്തെ ദിവസം ഇതാണ് എന്നൊക്കെ പറഞ്ഞു തരികയായിരുന്നു. അപ്പോൾ നമ്മുടെ കഥകളിയിലെ ലേഡി ക്യാരക്ടർ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. അവർ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രിയൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുമ്പോൾ ഒരു കാര്യം പറയാണ്ടിരിക്കാൻ കഴിയില്ല. നമ്മുടെ കഥകളിയിൽ കഥകളിപ്പദം പിന്നിൽ നിന്ന് ചൊല്ലുന്ന 2 ചേച്ചിമാരാണ്. അതിലൊരു ചേച്ചിയുടെ വോയിസ് അസാധ്യ വോയിസ് ആയിരുന്നു. അവരായിരുന്നു ഇത് തുടങ്ങി വെച്ചത്. അൺഫോർച്ചുനേറ്റ്ലി അവിടെ ഇപ്പോൾ സ്ക്രീനിൽ അവരെ കാണിക്കുന്നില്ല. ചേച്ചി അടിപൊളി വോയിസ് കേട്ടോ ചേച്ചിയുടെ. ദെൻ നമ്മൾ ഇന്നത്തെ ഈ പരിപാടി വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ പുറത്തിറങ്ങി, റോഡൊക്കെ ഏകദേശം വിജനമായി കൊണ്ടിരിക്കുന്നു. ഒരു മഴ പെയ്ത് തിമിർത്ത് റോഡ് കിടക്കുകയാണ് കേട്ടോ. പറഞ്ഞു വെച്ചിരുന്ന ചെടിയൊക്കെ വാങ്ങിച്ച് ഞാൻ നടന്നു പോവാണ്. നമ്മുടെ സ്റ്റാച്യു ജംഗ്ഷനിലെ മരത്തിൽ മൊത്തം സ്റ്റാർസൊക്കെ തൂക്കിയിട്ടുണ്ട്. ഉടനെ തന്നെ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ വരല്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ.